നമസ്തേ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. എല്ലാവർക്കും നമസ്കാരം. ഡിസംബർ 17 ധനുമാസത്തിലെ 30 ബുധനാഴ്ചയാണ് നാം എല്ലാം ഭക്തിയോടെ കാത്തിരിക്കുന്ന കുചേല ദിനം. സ്നേഹബന്ധത്തിൻ്റെയും ഭക്തവാത്സല്യത്തിൻ്റെയും, അതായത് ഭഗവാനും കുചേലനും തമ്മിലുള്ള അഗൈതവമായ ആ സ്നേഹബന്ധത്തിൻ്റെ സുദിനമാണ് കുചേല ദിനമായി നാം ആഘോഷിക്കുന്നത്. നിഷ്കാമമായ ഭക്തിയും എളിമയും നിസ്വാർത്ഥതയുടെയും ഉറവിടമായിരുന്നു കുചേലൻ. കുചേലന് സദ്ഗതി കിട്ടിയ ദിവസമാണ് കുചേല ദിനമായി നാം ആഘോഷിക്കാറുള്ളത്. ഈ കുചേല ദിനം എങ്ങനെ ഭക്തിസാന്ദ്രമാക്കാം? അന്നേ ദിവസം നമ്മൾ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ, അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക, ഭഗവാന്റെ നാമങ്ങൾ മന്ത്രങ്ങൾ ജപിക്കുക. അതുപോലെ തന്നെ ഭഗവാന് വെണ്ണ, പാൽപ്പായസം, കദളിപ്പഴം എന്നിവ പോലെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് കുചേലൻ സമർപ്പിച്ച അവിൽ. ആ അവിൽ നിവേദ്യവും അല്ലെങ്കിൽ അവിൽ കിഴിയും ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. പല ക്ഷേത്രങ്ങളിലും അവിൽപ്പറ സമർപ്പണവും അവിൽ കിഴി സമർപ്പണവും ഉണ്ടായിരിക്കും. അതെല്ലാം നമ്മൾ ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി ഭഗവാന് സമർപ്പിച്ച് ആ ഭഗവാന്റെ പ്രീതിക്കും അതുപോലെ തന്നെ നമ്മുടെ ഐശ്വര്യത്തിനും വേണ്ടി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. വിഷ്ണു പ്രീതിയും ഐശ്വര്യവും അതുപോലെ തന്നെ രോഗശമനവും ഐശ്വര്യവും മംഗളവുമാണ് ഈ ഭഗവാന് അന്നേ ദിവസം അവിൽ കിഴി സമർപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ശ്രേയസ്. ഇത് വളരെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ചെയ്യാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ കുടുംബ ഐശ്വര്യത്തിനും അതുപോലെ തന്നെ വിഷ്ണു പ്രീതിക്കും വളരെ ഉത്തമമാണ് ഈ അവിൽ നിവേദ്യം സമർപ്പിക്കൽ. അത് സമർപ്പിച്ച് ആ വൈകുന്നേരത്തോടു കൂടി ആ പ്രസാദം നമുക്ക് വാങ്ങി നമുക്ക് എല്ലാവർക്കും അത് ഭഗവാന്റെ പ്രസാദമായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. വളരെ ഐശ്വര്യപ്രദം കൂടിയാണ് അത്. കുചേലന്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് പോർബന്ദറിൽ, അതായത് ഗുജറാത്തിലെ പോർബന്ദറിലാണ്. അവിടെ മാത്രമാണ് ഭാരതത്തിലെ ഒരേ ഒരു കുചേല ക്ഷേത്രം കൂടി സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും നമുക്ക് നമ്മുടെ ക്ഷേത്രങ്ങളിൽ പോയി ഭഗവാനെ സന്ദർശിക്കുന്നതോടൊപ്പം ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ആ കുചേലന്റെ പാദങ്ങളിൽ കൂടി നമുക്ക് നമസ്കരിക്കാം. ഇനി നമുക്ക് കുചേലന്റെ കഥയിലേക്കൊന്ന് കടക്കാം. കുചേല ദിനത്തിൽ അവിൽ കിഴി സമർപ്പണം ഗുരുവായൂരിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പറ്റാവുന്നവരൊക്കെ ഗുരുവായൂരെത്തി ആ ഭഗവാനെ അവിൽ കിഴി സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കുചേലന്റെ കഥയിലേക്ക് കടക്കാമെന്ന് പറഞ്ഞല്ലോ. ഭഗവത് കഥകൾ എത്രയെത്ര കേട്ടാലും മതിയാവാത്തതാണ്. അമ്പാടിയിലും അതുപോലെ വൃന്ദാവനത്തിലൊക്കെ അതിമനോഹരമായി കൗതുകകരമായാണ് ഭഗവാൻ തൻ്റെ ലീലകൾ ആടിയത്. എല്ലാവരുടെയും മനസ്സിനെ കുളിർപ്പിക്കുന്ന രീതിയിലുള്ള ആ ലീലകൾ എത്ര തന്നെ കേട്ടാലും മതിയാവില്ല. മധുരാധിപനായിട്ടും അതുപോലെ തന്നെ ദ്വാരകാധിപനായപ്പോഴും ഭഗവാന്റെ ആ മായാവൈഭവവും ഭക്തവാത്സല്യത്തിനും യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. ഭാഗവതം ദശമസ്കന്ധത്തിലെ 80-81 അധ്യായങ്ങളിലായാണ് കുചേലോപാഖ്യാനം കഥ വിസ്തരിച്ച് പറയുന്നത്. ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞുകൊടുക്കുന്ന കഥയാണ് ഭക്തകുചേലന്റെ അതിഹൃദയനിർഭരമായ ഭക്തിസാന്ദ്രമായ കഥ. വെറും 64 ദിവസത്തെ ഗുരുകുല ബന്ധമാണ് ലോകത്തിന് മുഴുവൻ മാതൃകയായ സ്നേഹബന്ധമായ സൗഹൃദം ആയി നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ഗുരുകുലവാസത്തിലെ സമയത്ത് ആ കൃഷ്ണകുചേലന്റെ അഗൈതവമായ സൗഹൃദം നമുക്ക് എല്ലാവർക്കും മാതൃക തന്നെയാണ്. ഭക്തി കൊണ്ടും അതുപോലെ തന്നെ എളിമ കൊണ്ടും ജ്ഞാനം കൊണ്ടും കുചേലനാണോ മീതെ, അതുപോലെ തന്നെ ഭക്തവാത്സല്യം കൊണ്ടും സ്നേഹം കൊണ്ടും സൽക്കാരം കൊണ്ടും ഭഗവാനാണോ മീതെ എന്ന് നമുക്ക് സംശയം തോന്നുന്ന രീതിയിലാണ് ആ കൃഷ്ണകുചേല ബന്ധം ഉണ്ടായിരുന്നത്.
ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിനോട് പറയുകയാണ്, പരമശ്രേഷ്ഠനും ജ്ഞാനിയും അതുപോലെ തന്നെ വിരക്തനും ജിതേന്ദ്രിയനും ശാന്തനുമായിരുന്നു ആ കുചേലൻ. ഇപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയൊക്കെ വിശേഷണങ്ങൾ പറയുകയാണെങ്കിൽ ഡബിൾ MA ആണ്, അല്ലെങ്കിൽ IT സ്പെഷ്യലിസ്റ്റാണ്, റാങ്ക് ഹോൾഡറാണ് എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ അന്ന് ആ കാലഘട്ടത്തിൽ ജിതേന്ദ്രിയൻ, ശാന്തൻ, ജ്ഞാനി എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചിരുന്നത്. അത്ര പരമസാത്വികനായിരുന്നു കുചേലൻ. അദ്ദേഹം ഗൃഹസ്ഥനായി ജീവിക്കുമ്പോൾ ഒന്നിലും തന്നെ ആസക്തിയില്ലാതെ, അതായത് കുടുംബം, സ്വത്ത് അല്ലെങ്കിൽ ഭാര്യ, മറ്റു കാര്യങ്ങളിലൊക്കെ അമിതമായ ആസക്തി പുലർത്താതെ എല്ലാ സമയവും ഭഗവാനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് കഴിഞ്ഞിരുന്ന ഒരു സാത്വിക ബ്രാഹ്മണനായിരുന്നു കുചേലൻ. അദ്ദേഹത്തിന് അനുരൂപയായ ഒരു പതിവ്രതാരത്നം തന്നെയായിരുന്നു കുചേല പത്നിയും. അവരുടെ കുടുംബജീവിതത്തിൽ വളരെ ദാരിദ്ര്യവും പട്ടിണിയുമാണ് ഉണ്ടായിരുന്നത്. ഉള്ളതുകൊണ്ട് കഴിയുന്ന പോലെയാണ് ആ കുടുംബം കഴിഞ്ഞിരുന്നത്. എന്നാൽ ഇതിലൊന്നും തന്നെ ഉടുക്കാനുള്ള വസ്ത്രമോ അല്ലെങ്കിൽ വേണ്ട ഭക്ഷണമോ ആ സ്വാതിക്ക് ലഭിച്ചിരുന്നില്ല. എന്നിട്ട് യാതൊരു പരിഭവവും അവർക്ക് ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ഡിവോഴ്സിന് വേറെ കാര്യങ്ങളൊന്നും തന്നെ വേണ്ട. പക്ഷേ അതെല്ലാം തൻ്റെ ഒരു ഭാഗ്യമായി ഇങ്ങനെയുള്ള ഭക്തോത്തമനെ ആയ ആ ബ്രാഹ്മണനെ സേവിക്കാനുള്ള ഭാഗ്യമായിട്ടാണ് ആ പതിവ്രത കണക്കാക്കിയിരുന്നത്. എങ്കിലും അവർക്ക് ഒരു ദുഃഖം ഉണ്ടായിരുന്നു. അതായത് ദിനംപ്രതി കുചേലന്റെ ശരീരം ഇങ്ങനെ ക്ഷീണിച്ചു വരികയാണ്, വേണ്ടത്ര ഭക്ഷണം ഒന്നും ഇല്ലല്ലോ. അത് കണ്ടപ്പോൾ അവർക്ക് തോന്നി, ഇനിയും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുചേലൻ ശരീരം ഉപേക്ഷിക്കേണ്ടി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാലോ തനിക്ക് ആ പരമസാത്വികനെ അല്ലെങ്കിൽ ആ പാദപൂജ ചെയ്യാനോ അദ്ദേഹത്തെ സേവിക്കാനോ ഉള്ള അവസരം നഷ്ടപ്പെടും. അത് ഒഴിവാക്കാനുള്ള ഉപായം എന്താണ് എന്ന് ആ ബ്രാഹ്മണ പത്നി ആലോചിച്ചു. അതിനുള്ള ഒരു ഉപായം അവര് കണ്ടുപിടിക്കുകയാണ്. കൃഷ്ണന്റെ അലൗകികമായ സ്നേഹാനുഭൂതിയെ പറ്റി പറയുന്നത് കുചേല പത്നി എപ്പോഴും നിറഞ്ഞ കണ്ണുകളോടെ ശ്രദ്ധിക്കാറുണ്ട്, അതുപോലെ കേൾക്കാറും ഉണ്ടായിരുന്നു. അങ്ങനെ ആ പതിവ്രത തൻ്റെ ഭർത്താവിനെ സമീപിച്ചു. എന്നിട്ട് കുചേലനോട് പറയുകയാണ്, അല്ലയോ നാഥ, അങ്ങയുടെ ശരീരം വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട്. പട്ടിണി കൊണ്ടാണെങ്കിൽ നമ്മൾ വളരെ ബുദ്ധിമുട്ടുകയാണ്. അങ്ങയുടെ ഒരു സ്നേഹിതൻ ഉണ്ടല്ലോ, നമ്മളെ എല്ലാം ദ്വാരകാധിപനായിരിക്കുന്ന ലക്ഷ്മി വല്ലഭനായിരിക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാൻ, അദ്ദേഹത്തെ ഒന്ന് ചെന്ന് കണ്ടാലും ആരാണോ ആശ്രയിക്കുന്നവർ അവർക്ക് ധനമോ സമ്പത്തോ ഒക്കെ കൊടുക്കുന്ന മഹാപ്രഭുവാണ് ആ ഭഗവാൻ. അദ്ദേഹത്തിൻ്റെ പാദപൂജ ചെയ്യുന്നവർക്ക് തന്നെ സമർപ്പിക്കുന്ന ആ ലക്ഷ്മി വല്ലഭനെ അങ്ങ് ഒന്ന് ചെന്ന് കാണണം എന്ന് ആ പത്നി കുചേലനോട് പറഞ്ഞു. ആ സമയത്ത് പല പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ കുചേലൻ ആലോചിച്ചു, അയം ഹി പരമോലാഭ ഉത്തമ ശ്ലോകദർശന, അതായത് ആ ഭഗവാനെ കാണാനുള്ള ഒരു ഭാഗ്യം തനിക്ക് ലഭിക്കുമല്ലോ എന്നാണ് കുചേലൻ തീരുമാനിച്ചത്. അങ്ങനെ അദ്ദേഹം കൃഷ്ണനെ കാണാൻ തീരുമാനിച്ചു. തൻ്റെ സ്നേഹിതനെ കാണാൻ പോകുമ്പോൾ വെറും കൈയോടെ എങ്ങനെയാ പോവുക? എന്തെങ്കിലും ഒരു ഉപഹാരം തൻ്റെ സ്നേഹിതന് സമർപ്പിക്കണ്ടേ? എന്നാൽ എന്താണ്, അവിടെ ഒന്നും തന്നെയില്ല. അദ്ദേഹം പത്നിയോട് ചോദിച്ചു, അല്ലയോ മംഗളസ്വരൂപിണി, ഞാൻ ഭഗവാനെ കാണാൻ പോകുമ്പോൾ എന്താണ് അദ്ദേഹത്തിന് ഉപഹാരമായിട്ട് കൊണ്ടുപോവുക? എനിക്കറിയാം ഇവിടെ ഒന്നുമില്ല, ഞാനാണെങ്കിൽ ഒന്നും വാങ്ങിയിട്ടും തരാറും ഇല്ല. എങ്കിലും നീ വിചാരിച്ചാൽ എന്തെങ്കിലും ഭഗവാന് കൊടുക്കാൻ കഴിയും. ഇത് കേട്ട ആ പതിവ്രത ആ ഭഗവാന് കൊടുക്കാനായിക്കൊണ്ട് ആദ്യമായിട്ട് യാചിക്കാനിറങ്ങി. ആ 3-4 ബ്രാഹ്മണ ഗൃഹങ്ങളിൽ പോയാണ് പത്നി യാചിച്ചത്. ഇല്ലങ്ങളിൽ ചെന്ന് ഇരുന്ന നേരം ഇല്ലെന്നു ചൊല്ലുന്ന ജനങ്ങളേറും എന്ന് പറഞ്ഞ പോലെയാണ്. പലരും ഇല്ല എന്ന് പറഞ്ഞു. എന്തായാലും 3-4 ബ്രാഹ്മണ ഗൃഹങ്ങളിലൊക്കെ പോയി കുറച്ച് അവിൽ ആണ് അവർക്ക് കിട്ടിയത്. ആ അവിലിലെ കല്ലും നെല്ലും എല്ലാം മാറ്റി ആ അവിലിനെ അവർ ഒരു അവിൽ കിഴിയായി ഭഗവാന് കൊടുക്കാനുള്ള സമർപ്പിക്കാനുള്ള കിഴിയായി മാറ്റി. അപ്പോൾ അവരുടെ മനസ്സിൽ വളരെ സങ്കടമുണ്ടായിരുന്നു. അല്ലയോ ഭഗവാനെ, അവിടത്തേക്ക് സമർപ്പിക്കുന്ന ഈ അവിലിൽ ശർക്കരയോ നാളികേരമോ കൽക്കണ്ടമോ പഞ്ചസാരയോ ഒന്നും തന്നെയില്ല.
ഈ ലക്ഷ്മി വല്ലഭനായ അങ്ങയ്ക്ക് ഞാൻ ഇതെങ്ങനെയാണ് സമർപ്പിക്കുക? ഭഗവാനെ, സന്തോഷത്തോടുകൂടി അങ്ങ് ഇത് സ്വീകരിക്കണേ എന്നാണ് ആ പത്നി ഭഗവാനോട് പ്രാർത്ഥിച്ചത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തു കൊടുക്കുന്നു ഭഗവാനെ എന്നല്ല, അത് നമ്മൾ എന്തു മനസ്സോടുകൂടി എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഭക്തിയോടുകൂടി, ആ ഭക്തിയാണ് അതിൽ കലർത്തിയത്, സ്നേഹമാണ് അവിലിൽ കലർത്തിയത്. അതാണ് ഭഗവാൻ കൊടുത്തയക്കാനായിട്ട് ആ പതിവ്രത കുചേലൻ്റെ കയ്യിൽ കൊടുത്തത്. ആ അവിൽക്കിഴിയും കൊണ്ട്, ആ അവിൽക്കിഴി തൻ്റെ മുണ്ടിൻ്റെ തലപ്പത്ത് കെട്ടി ആ കുചേലൻ ഭഗവാനെ കാണാൻ വേണ്ടി യാത്രയായി. അങ്ങനെ വളരെ ദൂരം നടന്ന് ദ്വാരകയ്ക്ക് സമീപം എത്തി. 2-3 മതിൽക്കെട്ടുകളെല്ലാം കടന്ന് അവിടുത്തെ ആ അന്തപുരത്തിലെത്തി. ഈ നേരം അത്രയും കുചേലൻ്റെ മനസ്സിൽ ഭഗവാന്റെ സ്മരണ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം വേറെ ഒന്നും തന്നെ ആലോചിച്ചില്ല. അങ്ങനെ ആ ഭഗവത് സ്മരണയോടുകൂടി ആ ഭഗവാന്റെ അന്തപുരത്തിലെത്തി. ആദ്യമായിട്ട് കണ്ടത് രുക്മിണീ ദേവിയുടെ ഗൃഹമായിരുന്നു. കുചേലൻ അവിടെ എത്തിയപ്പോഴേക്കും ആ 7ാം മാളിക മുകളിലിരുന്ന ആ ഭഗവാൻ ആ കോണിപ്പടികളെല്ലാം ചാടിയിറങ്ങി ഓടി വന്ന് തൻ്റെ ഭക്തനെ അങ്ങോട്ട് മാറോടണച്ച് ആ പുൽകി കണ്ണീർ വാർത്തു എന്നാണ് പറയുന്നത്. അതായത് ആ ഭക്തിഭാവത്തിൽ കുചേലനും അതുപോലെ തന്നെ സ്നേഹവാത്സല്യത്തോടെ അല്ലെങ്കിൽ ഭക്തവാത്സല്യത്തോടെ ഭഗവാനും പരസ്പരം പുണർന്ന് കുറച്ചു നേരം നിന്നുപോയി. ഭഗവാന്റെ കണ്ണീര് വന്നതിനെ കുറിച്ച് നമ്മുടെ രാമപുരത്ത് വാര്യര് കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ പറയുന്നുണ്ട്. എന്തോ കൊണ്ടോ ശൗരി കണ്ണു നീരണിഞ്ഞു, ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. ആ ഭഗവാൻ ആരുടെ മുന്നിലും കരയാറില്ല. പക്ഷേ ആ ഭക്തന്റെ മുന്നിൽ ആ ഭഗവാന്റെ കണ്ണുനീര് വന്നു എന്നാണ് പറയുന്നത്. അത്രയധികം ഭക്തവത്സലനാണ് അല്ലെങ്കിൽ ഭക്തപരാധീനനാണ് ഭഗവാൻ എന്നാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ പുഞ്ചിരി തൂകിക്കൊണ്ടും കാരുണ്യ കടാക്ഷം വർഷിച്ചുകൊണ്ടുമാണ് ഭഗവാൻ കുചേലനെ സ്വീകരിച്ചത്. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അല്ലയോ സ്നേഹിത, അങ്ങ് എന്നെ കാണാൻ വരുമ്പോൾ എന്ത് ഉപഹാരമാണ് എനിക്ക് കൊണ്ടുവന്നിട്ടുള്ളത്? വളരെ ഭക്തിയോടുകൂടി കൊണ്ടുവരുന്ന ഏതൊരു ഭക്തിയോടുകൂടി എന്തു കൊണ്ടുവന്നാലും ഞാൻ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കും. എനിക്കിതുവരെ കിട്ടിയിട്ടുള്ളതിൽ വെച്ചിട്ട് പാഞ്ചാലിയുടെ ചീരയില, അതുപോലെ ഗജേന്ദ്രൻ്റെ താമരപ്പൂവ്, രന്തിദേവൻ്റെ കഞ്ഞിവെള്ളം, അതുപോലെ ശബരിയുടെ പഴങ്ങൾ, ഇതൊക്കെ ഞാൻ എത്ര സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിച്ചതെന്നോ. എന്താണെന്നറിയാമോ? വളരെ ഭക്തിയോടുകൂടിയാണ് അവരതെല്ലാം സമർപ്പിച്ചത്. ഭഗവാൻ പറയുകയാണ്, പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി തദഹം ഭക്തിയുപകൃതം അശ്നാമി പ്രയതാത്മന. ആരാണോ ഭക്തിയോടുകൂടി എനിക്ക്, അതായത് പത്രം, പുഷ്പം, ഫലം, ജലം, എത്ര നിസ്സാര വസ്തു ആയിക്കൊള്ളട്ടെ, ആരാണോ സമർപ്പിക്കുന്നത് അത് ഞാൻ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കും, അവനെ അനുഗ്രഹിക്കും എന്ന് പറയുകയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ആ കുചേലൻ വിചാരിക്കുകയാണ്, ഞാൻ എങ്ങനെയാണ് ഇത് ഭഗവാന് സമർപ്പിക്കുക? ലക്ഷ്മി വല്ലഭനായ ഭഗവാന് ഈ നിസ്സാരമായ അവിൽ എങ്ങനെയാണ് സമർപ്പിക്കുക? പക്ഷേ ഭഗവാന് അന്തര്യാമിയായ ഭഗവാൻ അതെല്ലാം അറിയാമായിരുന്നു. ഇദ്ദേഹം അല്ലെങ്കിൽ കുചേലൻ ഒരിക്കലും ധനത്തിനു വേണ്ടി എന്നോട് പ്രാർത്ഥിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പത്നി ഈ ബ്രാഹ്മണ ശ്രേഷ്ഠനെ സേവിച്ചതിനുള്ള പ്രതിഫലമായിട്ട് ഞാൻ സർവ്വ ഐശ്വര്യങ്ങളും അവർക്ക് നൽകുന്നതാണ് എന്ന് പറഞ്ഞ് ആ ഭഗവാൻ ആ കുചേലൻ അറിയാതെ തന്നെ കുചേലൻ്റെ മുണ്ടിൽ കെട്ടിയിരുന്ന ആ അവിൽപ്പൊതി കടന്നു പിടിച്ച് അത് പെട്ടെന്ന് എടുത്തു. എന്നിട്ട് അദ്ദേഹം അതിനെ നോക്കി, ആ അവിലിനെ നോക്കി പറയുകയാണ്, ഇത്ര ഭക്തിയോട് കൊണ്ടുവന്ന ഈ അവിൽ എനിക്ക് വളരെ സന്തോഷവും അതുപോലെ തന്നെ ഭക്തിയും നിറഞ്ഞതാണ്. ഇതിലെ ഓരോ അവിൽമണിയിലും എന്നെ ഉൾക്കൊള്ളുന്ന ആ ബ്രഹ്മാണ്ടത്തെയുമാണ് അങ്ങ് നിറച്ചിരിക്കുന്നത്. അപ്പോൾ എന്നിൽ അടങ്ങിയിരിക്കുന്ന കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങളാണ് ഇതിലെ ഓരോ അവിൽമണിയും. ഇത് യാചിച്ച് കിട്ടിയതാണ്. ഇതിൽ പഞ്ചസാരയില്ല, ശർക്കരയില്ല, തേനില്ല എന്നൊക്കെയല്ലേ അങ്ങ് ഇപ്പോൾ വിചാരിക്കുന്നത്. പക്ഷേ തേനിനേക്കാളും അമൃതിനേക്കാളും ഒക്കെ മധുരമായൊരു വസ്തു ഇതിലുണ്ട്.
അതാണ് ഭക്തിയിൽ കുതിർന്ന അവിലാണ്. ഞാനും ഭക്തിയാണ് എല്ലാതിനേക്കാളും പരമമായ സന്തോഷമായിട്ട് കണക്കാക്കുന്നത്. അതുകൊണ്ട് കുചേല, ഇത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഈ ബ്രഹ്മാണ്ട കോടികളാകുന്ന ഈ ഓരോ അവിൽമണിയും എനിക്ക് ഭക്തിയോടെ അങ്ങ് സമർപ്പിച്ചില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ക്ഷമയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഭഗവാൻ ഒരു പിടി അവിൽ വാരി ഭക്ഷിക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് സർവ്വ ഐശ്വര്യങ്ങളും ആ കുചേലനിൽ എത്തിച്ചേർന്നു. വീണ്ടും ഭഗവാൻ അവിൽ കഴിക്കാൻ ഒരുങ്ങിയപ്പോൾ ഒരു പിടി കൂടി കയ്യിലെടുത്തപ്പോൾ ലക്ഷ്മി ദേവി വന്ന് കൈപിടിച്ച് പറഞ്ഞു, ഭഗവാനെ, സർവ്വ ഐശ്വര്യങ്ങളും അങ്ങയുടെ ഭക്തനെ കൊടുത്തു കഴിഞ്ഞു. ഇനി ഇഹത്തിലും പരത്തിലും വേണ്ടതെല്ലാം അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നു. ഇനിയുള്ള അവില് ഞങ്ങൾ സേവിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് ആ പൊതി മാറ്റുകയാണ് ഉണ്ടായത്. അങ്ങനെ അന്ന് രാത്രി ഭഗവാന്റെ സൽക്കാരം കൊണ്ടും ആ ഭഗവാന്റെ ആ വർത്തമാനം കൊണ്ടൊക്കെ വളരെ വളരെയധികം ആനന്ദമഗ്നനായി തീർന്നിട്ടാണ് കുചേലൻ ആ രാത്രി കഴിച്ചു കൂട്ടിയത്. പ്രഭാതത്തിൽ എഴുന്നേറ്റ് സന്ധ്യാവന്ദനങ്ങളെല്ലാം ചെയ്ത് അദ്ദേഹം അവിടുന്ന് യാത്രയാവുകയാണ്. നമുക്കറിയാം, നമ്മളെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിലും അതുപോലെ തന്നെ ആ കുചേലവൃത്തം കഥകളിയൊക്കെ കാണുമ്പോൾ നമ്മൾ എത്രയോ തവണ കണ്ടിട്ടുണ്ട്. ആ ഭഗവാന്റെ അന്തഃപുരത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന കുചേലൻ തിരിച്ചു വരുന്നു, ഭഗവാൻ ഓടിപ്പോകുന്നു, കുചേലനെ വീണ്ടും സ്വീകരിക്കുന്നു. അവരുടെ ആ സുഹൃത് ബന്ധത്തിൻ്റെ ആഴം നമുക്ക് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ കുചേലൻ ഒന്നും ഭഗവാനോട് യാചിക്കാതെ, ധനം ഒന്നും ചോദിക്കാതെ അവിടെ നിന്ന് തൻ്റെ വീട്ടിലേക്ക് യാത്രയായി. തൻ്റെ വീട്ടിലേക്ക് മടങ്ങുമ്പോഴും ഭഗവാനോട് ഒന്നും തന്നെ ചോദിച്ചില്ലല്ലോ എന്ന സങ്കടം ആ ബ്രാഹ്മണന് ഉണ്ടായിരുന്നില്ല, കുചേലന് തീരെ ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുവനും ഭഗവാൻ തന്നെ ആലിംഗനം ചെയ്തിട്ടുള്ള ആ ആനന്ദാനുഭൂതിയിലായിരുന്നു. ആ രുക്മിണീ ദേവി വന്ന് തന്നെ വെഞ്ചാമരം വീശിയില്ലേ, കാൽ തഴുകിയില്ലേ, ഇതിൽ പരം ഒരു ആനന്ദം ഒരു ലൗകികന് എന്താണ് കിട്ടാനുള്ളത് എന്ന ചിന്തയായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെ അദ്ദേഹം ആ ഭഗവാനെ തന്നെ വീണ്ടും സ്മരിച്ചുകൊണ്ട് അങ്ങ് വീട്ടിലേക്ക് പോവുകയാണ്. ആ മാറോട് ചേർത്ത ആ ആലിംഗനത്തിൻ്റെ ആനന്ദാനുഭൂതിയിലാണ് അദ്ദേഹം തിരിച്ചു നടന്നത്. ആ ഭക്തന്മാരായ ആളുകളൊക്കെ സ്വർഗം, മോക്ഷം എന്നിവയൊന്നും ആഗ്രഹിച്ച് അങ്ങനെ ഭഗവാനെ പ്രാർത്ഥിക്കുന്നവർക്ക് അവരുടെ അഭീഷ്ടങ്ങളെല്ലാം ഭഗവാൻ നിഷ്പ്രയാസം സാധിക്കും. അദ്ദേഹം ആലോചിച്ചു, എനിക്ക് ധനമില്ല, എങ്കിലും ധനം ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് എന്താവും? അഹങ്കാരം വർദ്ധിക്കും. അത് എല്ലാവരുടെയും ഒരു സ്വഭാവമാണ്. അഹങ്കാരം വർദ്ധിച്ചാലോ ഞാൻ ഭഗവാനെ മറക്കും. അതുകൊണ്ടാണ് ഭഗവാൻ എനിക്ക് ധനം ഒന്നും തരാത്തത്. സദാസമയവും ഭഗവാനെ സ്മരിക്കണമെങ്കിൽ എനിക്ക് അനുഗ്രഹത്തോടു കൂടി തന്നതാണ് ഈ ധനം ഇല്ല എന്നുള്ള കാര്യം എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. അങ്ങനെ ആ വീണ്ടും ഭഗവത് ചിന്തയിൽ മാത്രം മുഴുകി തൻ്റെ വീടിൻ്റെ സമീപം എത്തിയപ്പോൾ അദ്ദേഹം വളരെ ആശ്ചര്യകരമായിട്ട് അവിടെ ഒരു മണിമാളിക കാണുകയാണ്. അവിടെ അതുപോലെ തന്നെ മനോഹരമായ പൊയ്കകൾ, സരസ്, അഗ്നി, സൂര്യൻ, ചന്ദ്രൻ എന്നിവയെപ്പോലെ മിന്നിത്തിളങ്ങുന്ന മണിമാളികകൾ, താമരപ്പൂവ്, ആമ്പല്, സൗഗന്ധികം തുടങ്ങിയവയെല്ലാം സരസ്സുകളിൽ അങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നു. ഇതാരുടെ കൊട്ടാരമാണ്? തനിക്ക് വഴി തെറ്റിയോ എന്നാണ് കുചേലൻ ചിന്തിച്ചത്. ഈ സമയത്ത് ദേവന്മാരെ പോലെയും ദേവസ്ത്രീകളെ പോലെയുള്ള അതിമനോഹരന്മാരും മനോഹരിയുമായിട്ടുള്ള സുന്ദരികളും സുന്ദരന്മാരും എല്ലാം വാദ്യഘോഷങ്ങളോടുകൂടി വന്ന് കുചേലനെ എതിരേറ്റു. ശ്രീദേവിയെപ്പോലെ ആണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത്. ആ സ്വാതിയെ കണ്ടപ്പോഴേക്കും ആനന്ദാശ്രുക്കളാണ് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും ആനന്ദാശ്രുക്കൾ ഒഴുകി എന്നാണ് പറയുന്നത്. ഇന്ദ്രഭവനം പോലെയുള്ള ആ കൊട്ടാരത്തിലേക്ക് അദ്ദേഹത്തെ അവർ കൂട്ടിക്കൊണ്ടുപോയി. വെഞ്ചാമരങ്ങൾ, അതുപോലെ സ്വർണ്ണ സിംഹാസനങ്ങൾ, മുത്തുമാലകൾ എന്നിവ കൊണ്ടൊക്കെ അലങ്കരിച്ച് എല്ലാവിധ സുഖസൗകര്യങ്ങളോടും കൂടിയ കൊട്ടാരമാണ് അദ്ദേഹം കണ്ടത്. ആ ലക്ഷ്മി വല്ലഭനായ ആ ഭഗവാനെ സമീപിച്ചപ്പോൾ തൻ്റെ ഭാര്യ ഉപജീവനം കഴിക്കാനുള്ള ഒരു ഉപായം വേണമെന്ന് മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ പറഞ്ഞിരുന്നുള്ളൂ. പക്ഷേ ആ ഭഗവാൻ എന്താണ് തനിക്ക് തന്നത്? ആ ചോദിച്ചതൊന്നുമല്ല. ഇത്രയും ആ ഭഗവാന്റെ ആ കാരുണ്യം അല്ലെങ്കിൽ ആ ഭക്തനോടുള്ള സ്നേഹം ഇത്രയധികം ഉണ്ട് എന്ന് ആ കുചേലന് മനസ്സിലാവുകയാണ്. ആ ചാതകപക്ഷി ഒന്നോ രണ്ടോ തുള്ളി വെള്ളത്തിന് വേണ്ടി യാചിക്കുമ്പോൾ മേഘം
മഴയായിട്ട് വർഷിച്ചു കൊടുക്കുന്നത് പോലെയാണ് ഭഗവാൻ. ഒന്നും യാചിക്കാത്ത ആ ഭഗവാനെ കാരുണ്യ കടാക്ഷം കൊണ്ടും ധനം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഐശ്വര്യം കൊണ്ടും എല്ലാം ആ കടാക്ഷിച്ചത്. അതാണ് ഭക്തവത്സനായ ഭഗവാൻ. അങ്ങനെയാണ് തൻ്റെ ഭക്തനെ ഒരിക്കലും കൈവടിയുകയില്ല. അല്ലെങ്കിൽ നമ്മൾ ധനമോ സമ്പത്തോ ഒന്നിനു വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കാൻ പാടില്ല. അതെല്ലാം ഭഗവാൻ അറിയും. നമ്മൾ അചഞ്ചലമായ ഭക്തി ഉണ്ടാകണം എന്ന് മാത്രമേ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അത് ഉണ്ടായാൽ തന്നെ നമുക്ക് വേണ്ടതെല്ലാം ഭഗവാൻ നമുക്ക് തന്ന് അനുഗ്രഹിക്കും. ഇത് ഈ കുചേലൻ്റെ കഥയിൽ നിന്ന് നമുക്ക് വളരെ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഭഗവാന്റെ മുന്നിൽ പോയി ഓരോന്ന് പറഞ്ഞ് എനിക്കത് വേണം, വീട് വേണം, കാറ് വേണം, അല്ലെങ്കിൽ സ്വത്ത് വേണം എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞ് ആ ഭഗവാനോട് പറയുന്നതിനേക്കാൾ ഉപരി എനിക്ക് അചഞ്ചലമായ ഭക്തി വേണം ഭഗവാനെ എന്നും അവിടുത്തെ സ്മരണ ഉണ്ടാകണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതെല്ലാം തന്ന് ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കും. തീർച്ചയാണ് ഈ കുചേലനെ പോലെ തന്നെ ആ കുചേലനെ കുബേരനാക്കിയ ഭഗവാൻ നമ്മളെയും അനുഗ്രഹിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. അതിന് നമുക്ക് വേണ്ടത് ഭഗവാനോടുള്ള ഭക്തി മാത്രമാണ് നമുക്ക് വേണ്ടത്. വിവാഹം കഴിഞ്ഞ സമയത്ത് കുചേലൻ അത്യാവശ്യമൊക്കെ പത്നിയോട് സംസാരിക്കുമായിരുന്നു. ആ കാര്യങ്ങൾ അവരിങ്ങനെ ഓർമ്മയെടുത്തു. സാന്ദീപനി മഹർഷിയുടെ ഗുരുകുലത്തിലാണ് കുചേലൻ 6 വർഷത്തോളം വിദ്യാഭ്യാസം നടത്തിയത്. അവിടെ അദ്ദേഹം ആ ഗുരുകുല വിദ്യാഭ്യാസത്തിന് ചേർന്ന സമയത്താണ് വസുദേവര് ശ്രീകൃഷ്ണ ഭഗവാനെയും ബലരാമനെയും ആ ഗുരുകുലത്തിലെ വിദ്യാഭ്യാസത്തിനായി കൊണ്ടുവരുന്നത്. ശ്രീകൃഷ്ണന്റെ പൂതനാമോക്ഷം മുതൽ കംസവധം വരെയുള്ള കഥകളൊക്കെ കുചേലൻ കേട്ടിരുന്നു. അദ്ദേഹത്തെ കാണാനുള്ള ആഗ്രഹവും ഉള്ളിലുണ്ടായിരുന്നു. ഈ സമയത്താണ് കൃഷ്ണൻ ആ ഗുരുകുലത്തിൽ വന്നു ചേരുന്നത്. അവിടെ എത്തിയപ്പോൾ കൃഷ്ണൻ തന്നെയാണ് ആദ്യം കുചേലൻ്റെ അടുത്തേക്ക് വന്ന് പരിചയപ്പെട്ടത്. ഇങ്ങനെ കൃഷ്ണനെ പോലെ ഇത്ര ശ്രേഷ്ഠനും അതുപോലെ തന്നെ കുചേലനെ പോലെ ഇത്രയും നിസ്സാരനും ആ സന്ദീപനി മഹർഷിയുടെ ഗുരുകുലത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് കുചേലൻ കണക്കാക്കിയത്. എന്തായാലും കൃഷ്ണൻ ആദ്യമായി തൻ്റെ സമീപത്ത് വന്ന് തന്നെ മാറോടണച്ച് ആലിംഗനം ചെയ്തു. അന്നാണ് ആ സ്നേഹത്തിൻ്റെ കുളിർമ എന്താണ് എന്ന് കുചേലൻ മനസ്സിലാക്കുന്നത്. വളരെ ആ സ്നേഹത്തോടു കൂടിയുള്ള ആലിംഗനം കിട്ടിയപ്പോൾ എല്ലാം മറന്ന് കുചേലൻ ആ ഭഗവാനിൽ ലയിക്കുകയുണ്ടായി. അതിനുശേഷം 64 ദിവസമാണ് കൃഷ്ണൻ അവിടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഗുരുകുല വിദ്യാഭ്യാസം നടത്തിയുള്ളൂ. അതിനുശേഷം അദ്ദേഹം പോകാനൊരുങ്ങിയപ്പോൾ കുചേലൻ്റെ അടുത്ത് വന്ന് മാറോടണച്ച് പുൽകി കണ്ണീർ വാർത്ത് ചോദിക്കുകയുണ്ടായി, അല്ലയോ സ്നേഹിത, അങ്ങ് എന്നെ മറക്കില്ലല്ലോ. തൻ്റെ തൊണ്ട ഇടറിക്കൊണ്ട് ഒരു വാക്കുപോലും അപ്പോൾ പറയാൻ കുചേലന് കഴിഞ്ഞില്ല. എന്താണ് ഭഗവാനോട് പറയേണ്ടത്? ഇങ്ങനെയുള്ള ഒരു സ്നേഹാനുഭൂതി തൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അനുഭവപ്പെടുന്നത്. അങ്ങനെ ഭഗവാൻ പോയതിനു ശേഷം അദ്ദേഹത്തിനും അവിടെ വളരെ കാലം അല്ലെങ്കിൽ തുടർന്ന് വിദ്യാഭ്യാസം നടത്താൻ ആഗ്രഹം ഉണ്ടായില്ല. അങ്ങനെ വിദ്യാഭ്യാസം അവസാനിപ്പിക്കുകയാണ്. ആ സന്ദീപനി മഹർഷിക്ക് കൊടുക്കാൻ ഒന്നും തന്നെ കുചേലൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. സാഷ്ടാംഗം ഒരു നമസ്കാരമാണ് അദ്ദേഹം ചെയ്തത്. അതാണ് ഗുരുദക്ഷിണയായിട്ട് കൊടുത്തത്. നോക്കൂ, ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ വിദ്യാഭ്യാസമൊക്കെ നടത്തുമ്പോൾ നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ആദ്യം നമ്മൾ ഫീസ് അടച്ചതിന് ശേഷമാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അന്ന് നോക്കൂ, ആ ഗുരുകുല വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ആ ഗുരുദക്ഷിണ സമർപ്പിക്കുക. അതാണ് അന്നും ഇന്നും തമ്മിലൊക്കെ ഉള്ള വ്യത്യാസം. അത്രയും പവിത്രമായിരുന്നു ആ ഗുരുകുല വിദ്യാഭ്യാസവും. അതുപോലെ തന്നെ ഗുരുവും ശിഷ്യന്മാരും തമ്മിലുള്ള ബന്ധമൊക്കെ വളരെ പവിത്രവും സ്നേഹമുള്ളതും ആയിരുന്നു. ഭഗവാന് തന്നെയാണ് ആദ്യം പരിസരബോധം വന്നത്. ഭഗവാൻ ആ ഭക്തൻ്റെ കൈയും പിടിച്ച് തൻ്റെ അന്തഃപുരത്തിലേക്ക് ആ കട്ടിൽ കൊണ്ടുപോയി ഇരുത്തി അർഘ്യപാദ്യങ്ങളെല്ലാം കൊണ്ടുവന്ന് പാദപൂജ ചെയ്ത് ആ ജലം തൻ്റെ ശിരസ്സിൽ അണിഞ്ഞു. തൻ്റെ ഭക്തനെ സേവിക്കുന്ന ആ ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ ആ ഭഗവാന്റെ വാത്സല്യത്തിന് മുന്നിൽ നമ്മൾ പോലും നോക്കി നിന്നു പോകും. ഇത് കണ്ട രുക്മിണി, ഇങ്ങനെയുള്ള ഭക്തോക്തന്മാരെ ആണ് നമ്മൾ
അല്ലെങ്കിൽ ഈ ഭക്തന്മാരെയാണ് നമ്മളെ വേണ്ട വിധത്തിൽ പരിപാലിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി എങ്കിൽ മാത്രമേ ആ ഭഗവാനോടെ അനുഗ്രഹം ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കി ആ വെഞ്ചാമരം കൊണ്ടുവന്ന് ആ കുചേലനെ അങ്ങനെ വീശാൻ തുടങ്ങി. ഈ സമയത്ത് അന്തഃപുരത്തിലുള്ള സ്ത്രീകളെല്ലാം പരസ്പരം നോക്കി പറയുകയാണ്, എന്തൊരു ഭാഗ്യമാണ് ആ ബ്രാഹ്മണൻ്റെ. നോക്കൂ, ലക്ഷ്മീ വല്ലഭനായ ഭഗവാനല്ലേ ആ ഭക്തോത്തമനെ ആലിംഗനം ചെയ്തിരിക്കുന്നത്. ഇതിൽ കവിഞ്ഞൊരു ഭാഗ്യം ഇനി ഈ ലോകത്തിൽ ആർക്കെങ്കിലും കിട്ടാനുണ്ടോ എന്ന രീതിയിലായിരുന്നു എല്ലാവരും ആ കുചേലനെ നോക്കിയിരുന്നത്. ഭഗവാൻ അതൊന്നും ശ്രദ്ധിക്കാതെ ആ പാദപൂജ ചെയ്തു. അതിന് ശേഷം തൻ്റെ കുശലാന്വേഷണങ്ങൾ ആരംഭിക്കുകയാണ് കുചേലനോട്. അല്ലയോ സുഹൃത്തെ, നമ്മളന്ന് സന്ദീപനി മഹർഷിയുടെ ഗുരുകുലത്തിൽ നിന്ന് നമ്മൾ പിരിഞ്ഞ ശേഷം നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അങ്ങ് വിവാഹമൊക്കെ കഴിച്ചില്ലേ? അങ്ങക്ക് അനുയോജ്യമായ പത്നി തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇന്നത്തെ പോലെ നമുക്ക് ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് അയക്കാനുള്ള മാധ്യമങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെയുള്ള കുശലാന്വേഷണങ്ങളെല്ലാം ഭഗവാൻ കുചേലനോട് ചോദിക്കുകയാണ്. ഞാൻ നിസ്സംഗനാണെങ്കിലും ലോകത്തിന് മാതൃകയായിട്ട് ധർമ്മം ആചരിച്ചു വരികയാണ്. അതുപോലെ തന്നെ അങ്ങും ലോകത്തെ പഠിപ്പിക്കാനായിക്കൊണ്ട് ഗൃഹസ്ഥാശ്രമി ആയിരിക്കുമ്പോൾ തന്നെ ഈശ്വര ചിന്ത, എല്ലാ സമയവും ഈശ്വര ചിന്തയോടെ എങ്ങനെ ഇരിക്കാം എന്ന് അങ്ങ് ലോകത്തിനെ കാണിച്ചു കൊടുക്കുകയാണല്ലോ. എങ്ങനെയുള്ള സംസാരങ്ങളാണ് അവർ രണ്ടുപേരും കുശലാന്വേഷണമായിട്ടൊക്കെ സംസാരിച്ചത്. പിന്നീട് അവർ ചോദിക്കുകയാണ്, ഭഗവാൻ, അങ്ങ് ഗുരുകുലവാസം ഓർമ്മയുണ്ടോ സ്നേഹിത? അറിയേണ്ടതിനെ അറിഞ്ഞ് അജ്ഞാനത്തിനപ്പുറം കടക്കുക എന്നതാണല്ലോ ഗുരുകുലവാസം എന്ന് പറയുന്നത്. ഗുരുവിൻ്റെ ഉപദേശത്തെ സംസാരസാഗരം കടക്കുന്നവരാണ്, ആ ഉപദേശത്തെ സ്വീകരിച്ച് സംസാരസാഗരം കടക്കുന്നവരാണ് ബുദ്ധിമാന്മാർ. അതാണല്ലോ ഗുരു നമ്മളെയെല്ലാം അന്ന് പരിശീലിപ്പിച്ചത് എന്ന് ചോദിച്ചു. പിന്നീട് ഭഗവാൻ ചോദിക്കുകയാണ്, ആ ഗുരുകുലവാസ സമയത്തെ പ്രത്യേക ഒരു സംഭവം അങ്ങ് ഓർക്കുന്നുണ്ടോ? ഗുരുപത്നി നമ്മളോട് പറഞ്ഞില്ലേ ഇന്നിവിടെ വിറകില്ല, ഈ സമയത്ത് നമ്മൾ രണ്ടുപേരും കൂടി വിറക് കൊണ്ടുവരാനായിക്കൊണ്ട് കാട്ടിലേക്ക് പോയില്ലേ? അവിടെ ചെന്ന് നമ്മളെ വിറകെല്ലാം ശേഖരിച്ച് പോരാൻ ഒരുങ്ങിയപ്പോഴാണ് അതികഠിനമായ ഇടിയും മഴയും വന്നത്. ആ മഴയത്ത് വഴിയറിയാതെ നമ്മൾ കാട്ടിൽ കുടുങ്ങുകയുണ്ടായില്ലേ? അങ്ങനെ നമുക്ക് അന്ന് ആ കാട്ടിൽ തന്നെ കഴിയേണ്ടി വന്നു. രാത്രി ആഹാരം കഴിക്കുന്ന സമയത്ത് ഗുരു പത്നിയോട് ചോദിച്ചു, എവിടെയാണ് കൃഷ്ണനും കുചേലനും? അപ്പോഴാണ് പത്നി പറയുന്നത്, അവർ വിറക് പെറുക്കാൻ പോയി, ഇതുവരെ തിരിച്ചു വന്നില്ല. അത് കേട്ട ആ ഗുരുവിന് ആഹാരം പോലും കഴിക്കാൻ കഴിയാതെ രാത്രി കഴിച്ചു കൂട്ടുകയാണ്. പിറ്റേ ദിവസം വളരെ രാവിലെ തന്നെ നമ്മളെ അന്വേഷിച്ച് കാട്ടിൽ എത്തുകയുണ്ടായി. മഴയത്ത് നനഞ്ഞു കുതിർന്ന് വിറക് കിട്ടുമായി നമ്മളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വളരെ സങ്കടവും കണ്ണീരൊക്കെ വന്നു. നമ്മുടെ തലയിൽ നിന്ന് ആ വിറക് കെട്ടുകളെല്ലാം എടുത്തു മാറ്റി നമ്മുടെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിക്കുകയാണ് ആ ഗുരു ചെയ്തത്. പറയുകയാണ്, ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണപ്രശാന്തയെ. അതായത് ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഒരുവൻ പൂർണ്ണനായി മാറുന്നത്. അങ്ങനെ ഗുരു നമ്മളെ പ്രത്യേകം അനുഗ്രഹിക്കുകയുണ്ടായി. പിന്നെ അതുപോലെ തന്നെ ശുദ്ധമായ മനസ്സോടെ ആത്മസമർപ്പണം ചെയ്യുകയാണ് ഉത്തമമായ ശിഷ്യന്മാരുടെ ലക്ഷണം. ഞാൻ കുട്ടികളെ അല്ലെങ്കിൽ എൻ്റെ ശിഷ്യന്മാരെ നിങ്ങളിൽ വളരെയധികം ഞാൻ സന്തോഷിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് മേൽക്കുമേൽ ശ്രേയസ് ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ പഠിച്ച വേദങ്ങളും ഇഹത്തിലും പരത്തിലും നിങ്ങൾക്ക് അത് പ്രകാശിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗുരു നമ്മളെ അനുഗ്രഹിച്ചില്ലേ? ഈ കാര്യങ്ങളെല്ലാം അങ്ങ് ഓർക്കുന്നുണ്ടോ? അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചവർ സമയം നീക്കുകയായിരുന്നു. അങ്ങയോടൊപ്പം ആ ഗുരുകുലവാസം സാധിച്ചു എന്നതിൽ കവിഞ്ഞ ഒരു സന്തോഷം എനിക്ക് വേറെ ഇല്ല എന്നാണ് കുചേലൻ ആ സമയത്ത് ഭഗവാനോട് പറയുന്നത്. വേദം പഠിക്കാൻ ഗുരുകുലത്തിൽ അങ്ങ്, വേദത്തിൻ്റെ പൊരുളായ അങ്ങ് വേദം പഠിക്കാനായിട്ട് ഗുരുകുലത്തിൽ വന്നില്ലേ? അതുപോലെ അങ്ങ് ശ്രേയസിൻ്റെ അധിപനായിട്ട് ഗുരുവിനോട് ശ്രേയസ് എന്താണ് എന്ന് ചോദിച്ചില്ലേ? ഇതൊക്കെ ഭഗവാനെ അവിടുത്തെ മനുഷ്യാഭിനയം തന്നെയായിരുന്നില്ലേ? ഇങ്ങനെ ഐശ്വര്യവും സമ്പത്തും എല്ലാം ഭഗവാൻ കനിഞ്ഞ് അനുഗ്രഹിച്ചിട്ടും കടാക്ഷിച്ചപ്പോഴും ആ കുചേലന് ഭഗവാനോടുള്ള ഭക്തിയിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ല. അനുദിനം ആ ഭക്തി കൂടി വന്നതേയുള്ളൂ. അദ്ദേഹം വളരെ കാലം ഐശ്വര്യത്തോടുകൂടി പത്നി സമേതനായി ഭഗവാനെ ധ്യാനിച്ച് കാലം കഴിച്ചുകൂട്ടി.
ആ ദേവാദിദേവനായ ഭഗവാന് ബ്രാഹ്മണരാണ് ഏറ്റവും ബഹുമാന്യര്. അതുപോലെ തന്നെ ആർക്കും ജയിക്കാൻ കഴിയാത്ത ഭഗവാൻ ആ ഭക്തന് മുന്നിൽ പരാജയപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. ആ ഭക്തൻ പരാധീനനാണ് ഭഗവാൻ എന്നാണ് നമുക്ക് ഈ കഥയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ആ ഭഗവാന്റെ പ്രഭാവം കൊണ്ട് കർമ്മവാസനകളെല്ലാം നശിച്ച് ആ കുചേലൻ മുക്തനായി തീർന്നു. ഇതുപോലെ ഈ കഥ കേൾക്കുന്ന നമ്മളെല്ലാവരും, അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും ഭഗവാനിൽ ഭക്തി വളർന്ന് സകലവിധ പാപങ്ങളും നശിച്ച് ഭഗവാനിൽ എത്തിച്ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കുചേലൻ അവസാനവും പ്രാർത്ഥിച്ചത് ഇതാണ്: തസ്യൈവമേ സൗഹൃദ സഖ്യമൈത്രി ദാസ്യം പുനർജന്മനി ജന്മനി സ്യാത് മഹാനുഭാവേന ഗുണാലയേന വിഷജതത്തൽ പുരുഷപ്രസംഗേ. കുചേലൻ പറയുകയാണ്, ആ എത്ര ജന്മങ്ങൾ ഉണ്ടായാലും ഈ ഭഗവാനോടുള്ള സൗഹൃദവും ആ മൈത്രിയും ആ ദാസ്യവും ജന്മജന്മാന്തരങ്ങളിൽ എനിക്ക് ഉണ്ടാകണേ എന്നാണ് കുചേലൻ പ്രാർത്ഥിച്ചത്. അതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. എത്ര ജന്മജന്മാന്തരങ്ങൾ ലഭിച്ചാലും അപ്പോഴെല്ലാം നമുക്ക് ആ ഭഗവാനോടുള്ള ഭക്തി വളരേണമേ, ഭഗവാനെ സ്മരിക്കാനുള്ള ആ ശക്തി നമുക്ക് എന്നും ഉണ്ടാവേണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ ആ കുചേലൻ്റെ കഥ കേട്ട നമുക്കെല്ലാവർക്കും ഭക്തി ഉണ്ടാകട്ടെ. അഹങ്കാരമില്ലാതെ, അതായത് നമുക്ക് എപ്പോഴും ധനം വർദ്ധിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒന്നാണ് അഹങ്കാരം. അതുകൊണ്ട് നമ്മൾ ധനത്തിലോ അഹങ്കാരത്തിലോ ഒന്നല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഭഗവാനോടുള്ള ഭക്തിയോടും സ്നേഹത്തിനെയുമാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ആർത്തിയില്ലാതെ ധനത്തോടും മറ്റു ലൗകിക സുഖങ്ങളോടൊന്നും തന്നെ അധികമായ ആസക്തിയില്ലാതെ ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും കുചേലനെ പോലെ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നമുക്ക് കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത് മോക്ഷപ്രാപ്തി ഉറപ്പാണ്. അത് ആ ഭക്തനെ ഭഗവാൻ ഒരിക്കലും കൈവടിയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ കുചേല ദിനത്തിൽ നമുക്കും ഭഗവാനെ സ്മരിക്കാം, ഭഗവാന്റെ ഭജനകൾ പാടാം. അതുപോലെ തന്നെ ഇന്ന് ഈ കുചേല ദിനം മുഴുവനും ഭഗവാന്റെ കൂടെ ഇരുന്ന് ഉപവസിച്ച് ആ ഭഗവാന്റെ പ്രസാദവും എല്ലാം കഴിച്ച് ഭക്തിസന്ദ്രമായി തീർക്കാം. ആ ഭഗവാന്റെയും കുചേലൻ്റെയും ഒക്കെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടി ഭഗവാന്റെ കടാക്ഷം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.